മമ്മിയൊക്കെ വന്നിട്ട് ഇപ്പം ഒരാഴ്ചയാവാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എനിക്കിതുവരെ ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഓരോ സൈഡിൽ നിന്ന് ഒതുക്കലും പിടിക്കലും ഒക്കെയാണ്. ഞാനല്ല മമ്മി, പിന്നെ കൊച്ചിനെ നോക്കും അങ്ങനെ. അപ്പം ഞാനാണ് കുക്കിംഗ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. അപ്പം എല്ലാം സെറ്റാക്കി ഞാൻ ദമ്മിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ അടച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ചെറുതായി പിരികം എഴുതിയപ്പോൾ ഒരു നിഗംബരനായോ എന്നെനിക്കൊരു സംശയം. ചിദംബരനോ നിഗംബരനോ നമ്മുടെ മറ്റേ കാവ്യമാധവൻ്റെയും ആരുടെയാണ് പൃഥ്വിരാജിൻ്റെയും മറ്റേ പടമില്ലേ, അതിനകത്ത് ആയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പം നമുക്ക് ബിരിയാണി നോക്കാം. പുതിയ പുതിയ പിമ്പിൾസുകൾ വരുന്നു ഗൈസ്. എന്താണ് സംഭവം എന്നൊരു പിടുത്തമില്ല. കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ, അതാണ് ഇങ്ങനൊരു ലുക്ക്. അപ്പം നമുക്ക് ബിരിയാണി നോക്കാം. ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. എനിക്ക് ഈ കുഞ്ഞരിയുടെ ബിരിയാണിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതരിയുടെ ബിരിയാണിയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിത് നന്നായിട്ട് കുറച്ച് വെന്തും ഇരിക്കണം. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കുഴക്കുന്നില്ല. ഒരു പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്കിത് ഫുള്ളായിട്ട് എടുക്കാം. ചൂട് പറക്കുന്നു ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം ഞങ്ങളൊക്കെ കഴിക്കട്ടെ. ബൈ.